പ്രിയപ്പെട്ടവരെ, നമസ്കാരമുണ്ട്. കൊല്ലം കളക്ട്രേറ്റിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ. വ്യത്യസ്തമായൊരു ജോലിയാണ്. ഈ വ്യത്യസ്ത ജോലിക്ക് കൂടുതലും ആൾ കടന്നു വരാറില്ല, കുറഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടൻ മലയാളം ടൈപ്പ് റേറ്റ് എങ്ങനെയാണ്? DTP ഒക്കെ മലയാളം വേറെ കൊടുക്കും, മാത്രം പെട്ടെന്നുള്ള ആളുകൾക്ക് വേണ്ടി മലയാളം നമ്മൾ ചെയ്യുന്നുണ്ട്. മലയാളം DTP എടുക്കാൻ ആളില്ല എന്ന് പറയുന്നത് ഒരുപാട് കുറവാണ്, പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇവിടെ സംബന്ധിച്ച് ചേട്ടൻ എത്ര പേരെ അറിയാം മലയാളത്തിൽ? വിരലെണ്ണാവുന്നവരെ അറിയും. അവർക്ക് ഇപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. 25,000 രൂപ 26,000 ഒരുപാട് സമയം എടുക്കുന്നു. മാത്രമല്ല ഫിലിംമാരൊക്കെ ചെന്ന് ഓരോന്ന് പറഞ്ഞു കൊടുത്തടിച്ച് ഉടനെ അത് മാറ്റി വീണ്ടും ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം. ഇവിടെ ഈ ഭാഗത്ത് എത്ര പേര് കാണും? ഈ ഭാഗത്ത് 8 പേരുണ്ട് അപൂർവമായിട്ട്. ഈ മലയാളം DTPക്ക് തിരക്കി കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. കോള ജംഗ്ഷനാണ് അവൈലബിൾ. പക്ഷെ ഒരുപാട് DTPയുടെ ഈ പണിക്കാരെ തേടി കിടക്കുന്നുണ്ട്. നമ്മളെ ഉറപ്പിൽ തന്നെ വന്നു. അതെന്താ ഇങ്ങനെ ഈ മലയാളത്തെ ഇത്രയും വളരെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് മലയാളം. എന്തായാലും അടിക്കാൻ ഒരുപാട് പേരുകൾ കൊടുക്കേണ്ടി വരും. നേരെ പറഞ്ഞ ഇംഗ്ലീഷിൽ അങ്ങനെയില്ല. ഇംഗ്ലീഷിൽ അങ്ങനെയില്ല. അപ്പം മലയാളം പിന്നിലേക്കാണ് അല്ലേ? അങ്ങനെ പോകുന്ന ഒരു കാലം. ഇപ്പോൾ കുട്ടികളെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ചേക്കുന്നത്. ഒരുപാട് മലയാളം പഠിക്കാത്ത കുട്ടികളുണ്ട്. മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ് അടി. ഇത് എത്ര നാളുകൊണ്ട് സർവീസ്? എന്റെ സർവീസ് കണക്കാക്കപ്പെട്ടില്ല. ബിക്കോസ് ഈ നിൽക്കുന്ന ആളുകൾക്ക് എല്ലാം അറിയാം എത്ര വർഷം തുടങ്ങിയതല്ലേ? കുട്ടിക്കാലം മുതലേ തുടങ്ങിയതാണ്. ഈ സ്കൂളിലാണ് 60 വർഷത്തെ അഭിപ്രായമാണ്. ഇത് ഒരാളുടെ അഭിപ്രായമാണ്. ഒരേത്ര അഭിപ്രായമാണ് ഉള്ളതന്നെ. തിരക്ക് നല്ല തിരക്കാണ്. പുള്ളി എന്താ പേരെന്താണ്? സ്വാമി കിച്ചു എന്ന് പറയും. ഈ അടുത്ത് തന്നെ താമസിക്കുന്നത്. അതെ, എന്റെ അച്ഛന് ഇതായിരുന്നു, എന്റെ ചേട്ടന് ഇതായിരുന്നു. ടൈപ്പിസ്റ്റായിട്ടാണ് ജോലി കയറി. മലയാളം DTP ചെയ്യാറുണ്ടല്ലോ? ഇല്ല, മലയാളം ചെയ്യാറുള്ള സമയം കിട്ടിയില്ല പണ്ട് തൊട്ട്. ഇപ്പോഴൊക്കെ കമ്പ്യൂട്ടർ ഒന്ന് OPMB എന്നൊക്കെ പറഞ്ഞ് ആക്സിഡന്റ് കേസിന്റെ ക്ലെയിം പെറ്റീഷൻ പണ്ടൊക്കെ 10-15 മിനിറ്റ് കൊണ്ട് അടിച്ചു കൊടുക്കും. ലെഫ്റ്റ് മാത്രം എഴുതും. ക്വസ്റ്റ്യനൊക്കെ ബൈ ഹാർട്ടാ. ശിഷ്യന്മാരും എല്ലാം ഉണ്ടായി. ഒന്നുമില്ല, ഉള്ളവരൊക്കെ അവർ രക്ഷോട്ട് പോയി. ഞാൻ മാത്രം പഴയ ഒരു കുടിശ്ശി ഇങ്ങനെ ജീവിക്കും. അറിയാവുന്ന ഏക വ്യക്തിയായി മലയാളത്തിന് അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഓക്കെ ചേട്ടാ, നന്നായിരിക്കട്ടെ. ഇനി ഒരുപാട് മുന്നോട്ട് പോട്ടെ എന്നാഗ്രഹിക്കുന്നു.